ഇനി അടുത്ത അതുലിന്റെ അടിമയാണെന്നോട് കമന്റ് കുസൂർ. നമ്മളുടെ ഒരു ചങ്ക് മച്ചാൻ എന്നോട് ഒരുപാട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചതാണ്. ഹോണ്ട സിറ്റി ഓർമ്മ ഇതെല്ലാം പണിയാനായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കും. ഹബീബി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ SS ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ സിറാമിക് ആൻഡ് എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് പേര് പരാതിയാണ് കേട്ടോ. നമ്മുടെ അയത്തിൽ ബൈപ്പാസ് റോഡ് ഉണ്ടല്ലോ, അയത്തിൽ ബൈപ്പാസ് റോഡിൽ നിന്ന് നമ്മൾ കല്ലുംതാഴം പോണ റൂട്ട് ഒരു 50 മീറ്റർ മാറിയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ SS ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു റെഡ്, ഫ്ലാഷ് റെഡ് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. ഇതിനകത്ത് ഒരു സ്പോർട്സ് കിറ്റ് കയറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ സജീവേട്ടനെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്കറിയണം. സുന്ദരയാ, നമ്മളെപ്പോഴും വിളിക്കുന്ന തന്നെ സജീവേട്ടനെ. അപ്പോൾ സജീവേട്ടൻ എന്തുണ്ട് വിശേഷം? സുഖമാണല്ലേ? കഴിഞ്ഞ വീഡിയോ നല്ല ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഇതിനകത്ത് അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്പോർട്സ് കിറ്റ് കയറ്റിയിരിക്കുക. സ്പോർട്സ് കിറ്റ് കയറ്റിയിട്ടുണ്ട്. ലൈറ്റ് അതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ SS-ന്റെ മാനേജർ എവിടെയായിരുന്നു? കുറേ നാട്ടിലില്ലായിരുന്നു, വേൾഡ് ടൂറിലായിരുന്നു ഇല്ലേ? പുതിയ അപ്ഡേഷൻസും പുതിയ ഐറ്റംസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള വേൾഡ് ടൂറിലായിരുന്നു. അതിൽ ഒരുപാട് പേര് വീഡിയോയിൽ തിരക്കാറുണ്ട്. അതെ, പിന്നെ അതിലിടയ്ക്ക് പറഞ്ഞിട്ട് നമ്മൾ നമ്പർ വരെ അതിൻ്റെ മാറ്റിയിരുന്നു. എന്നാലും പഴയ വീഡിയോസ് എന്നൊക്കെ അതിൽ എപ്പോഴും കോളുകൾ വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ സമയത്ത്. കാരണം മിക്കപ്പോഴും കോള് വരുന്ന രാത്രി ഒരു 11 മണി തൊട്ട് 1 മണിക്കകത്ത് വെച്ചാൽ. അപ്പം വിളിക്കുമ്പോൾ ചില സമയം നമ്മൾ ഉറക്കത്തിനിടയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറയുന്നത്, ബ്രോ പറഞ്ഞോളൂ, ഞാൻ നോവലിന്റെ വീഡിയോ കണ്ടു. ഞാൻ ഓക്കെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഇതാവും. ഇത് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഗൾഫ് കോളായി കട്ടായി പോകും. അടുത്ത വിളി കസ്റ്റമർ ഞാൻ പറയുന്നുണ്ടായിരിക്കും, ആദ്യം വിളിച്ച കസ്റ്റമർ ബാക്കിയായിരിക്കും അടുത്ത കോവിഡ്. നമ്മുടെ സജീവേട്ടൻ ബിസിയാണ്, ഒരുപാട് വർക്കുകളായിട്ട് കസ്റ്റമറിനൊക്കെ വണ്ടി ഡെലിവറി ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ മുത്തേ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത് സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റ് ആണ്. സാറിന് ഇതിൽ എല്ലാവരും ഫൈബർ ടൈപ്പിലൊക്കെ ചെയ്തെടുത്താണ് ഈ കട്ടിങ്ങുകളൊക്കെ വരുത്തി വെക്കുന്നത്, കട്ടിങ്ങുകളും കാര്യങ്ങളും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ABS പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ഭയങ്കര ക്വാളിറ്റി ആണ്, ബോഡി ഫിനിഷിംഗ് ആണ്. മതിയാവും. ഇതുണ്ട്, ഈ ഫിനിഷിംഗ് ഒക്കെ പക്കയായിരിക്കും. ഈ ഫിനിഷിംഗ് എല്ലാം പക്കയായിട്ടായിരിക്കും പോകുന്നത്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. ഫസ്റ്റ് ക്വാളിറ്റി മീൻസ് പക്ക ഫസ്റ്റ് ക്വാളിറ്റി. ഗ്രില്ലാണെന്നുണ്ടെങ്കിലും അതെ എല്ലാം നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ നോർമലി ഫൈബറിൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് തകരത്തിലൊക്കെ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയൊക്കെ അടിപൊളിയായിട്ടാണ് മോൾഡഡ് ആയിട്ടുള്ള, ഇതിന് കസ്റ്റം ഫിറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. എനിക്ക് എന്തായാലും ആ ഗ്രില്ല്, ടോട്ടൽ ഓവർ ഗ്രില്ല് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞങ്ങളാണ് ഇപ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് അടിച്ചത്. ഹണീകോം ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. അതിൽ തന്നെ DR ചെയ്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനിലാണ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ DR മാറി ഇതാവും, റൈറ്റ് ഗിയറിൽ മാറി. ഓക്കെ, അത് നമുക്കപ്പോൾ ഒന്ന് കാണണം. പിന്നെ ഫോഗ് ലാമ്പിലേക്ക് വരികയാണെങ്കിൽ ഫോഗ് ലാമ്പിലും മൾട്ടി ഫംഗ്ഷനിൽ DRL കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്ലാഷ് റെഡ് നല്ല രീതിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SS ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ അതിൻ്റെ കൂടെ നിന്ന് തിളങ്ങുന്നുണ്ട്. ആ ഒരു ഗ്രില്ല് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഓവർ ലുക്ക്, ആ ഒരു സ്പോർട്സ് കിറ്റ് കയറ്റിയപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഇത് ഏത് കളറായിരുന്നു? വൈറ്റ് കളറായിരുന്നു. ഓക്കെ, വൈറ്റ് കളർ മാത്രമല്ല, നൗഫൽ ഭായിയുടെ വീടിൻ്റെ അടുത്തുള്ള വണ്ടിയാണ് ആണല്ലേ? വാ, ഗുഡ്. അൻസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, വണ്ടി ടോട്ടൽ ഓവർ അടിപൊളിയായി. അപ്പോൾ ഒരു വൈറ്റിൽ നിന്ന് റെഡിലേക്ക് വന്നിട്ട് ടോപ്പ് ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്കും ഫ്ലാഷ് റെഡും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഗ്ലാസും ഇതുമല്ല പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിയാനോ ബ്ലാക്കിലേക്ക്. ഓക്കെ. ഇനി അലൈവിലേക്ക് വരികയാണെങ്കിൽ ഏത് ഡിസൈൻ ആണ്? 10 സ്പോക്ക് ആണ്. സിൽവർ സ്മോക്ക്ഡ് അലോയ് എന്നാണ് ഇതിന് പറയുന്നത്. സിൽവർ സ്മോക്ക്ഡ് അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഫിനിഷ് വരുന്ന 10 സ്പോക്ക് അലോയ് ആണ് വരുന്നത്. വിക്ടറിന്റെ ഓക്കെ, കസ്റ്റം വീലുകളുമാണ്. വീക്ക് ഡിസൈൻ വന്നിട്ടുള്ള ഒരു അടിപൊളി അലോയിലാണ് അല്ലേ? കൊള്ളാം, എന്തായാലും കൊള്ളാം. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഓവർ ലുക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants, so you better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷാർഫ് ആൻഡ് ആൻറ്റിനയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പം ഇത് നമ്മളിപ്പം ആഫ്റ്റർ മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്തതാണോ? അത് ആഫ്റ്റർ മാർക്കറ്റ് അല്ല, ഇത് കമ്പനി ടെയിൽ ലാമ്പ് തന്നെയാണ്. അത് സ്മോക്ക് ചെയ്തിരിക്കുന്നതാണ്. സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ്. ഓ, ലൈറ്റ് ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു വരുന്ന ഒരു ക്രോമിയം ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഡീക്രോം ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
നോർമലി ടാഗും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഡീക്രോം ചെയ്തിട്ടില്ല. വണ്ടിയുടെ അതേ രീതിയിൽ. പിന്നെ യൂണിവേഴ്സൽ ഡിഫ്യൂസർ വെച്ചിട്ടുണ്ട്. ഡിഫ്യൂസർ നൈസ് ആയിട്ടുണ്ട്. ഡിഫ്യൂസറിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ മനസ്സിലാവും. ദെൻ ടൈൽ ലാമ്പും ആ ഒരു ബാക്ക് ഓവറോൾ ഡിസൈൻ കൊള്ളാം. നല്ല ഒരു ഡീക്രോം ചെയ്തപ്പോൾ ഒരു ഭംഗി വന്നു ഇല്ല അതല്ലേ, അതാണ്. എന്തായാലും ആ ഒരു ലൈറ്റ് സ്മോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഡീക്രോം കൂടെ വന്നപ്പം വളരെ ക്യൂട്ടായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഡീക്രോം എന്ന് വെച്ചാൽ എടുത്ത് നിൽക്കുന്ന ഈ സ്വിഫ്റ്റിന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങൾ സിൽവറിൽ തന്നെ കൊടുത്തോണ്ട് തന്നെ ഈ ഡീക്രോം ഭയങ്കരമായിട്ട് എടുത്തിരിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതൊരു ഹൈലൈറ്റ് അല്ലേ? അതാ ഹൈലൈറ്റ്. നമുക്ക് ബാക്ക് സീറ്റ് കവർ റോയിലേക്ക് ഒന്ന് പോവാം. ക്യാബിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ, ലെതർ ഫിനിഷ് വന്നിട്ടുള്ള സീറ്റ് കവറും സീറ്റാണല്ലേ ചെയ്തിരിക്കുന്നത്. ഫുള്ളി സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡോർ പാഡിലും ആ ഒരു ഫ്ലാഷ് റെഡിന്റെ റെഡ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ റെഡ് ഒരു ലെതർ ഫിനിഷ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ലെതറാണ്, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് കൊള്ളാം. നേരെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാവ് ഡാഷും ഡോർ പാഡും ഹെവി കൊള്ളായില്ലേ? ഇവിടെ എല്ലാം ഒരു വുഡൻ ഫിനിഷ്, ഇതൊക്കെ പുതിയ ഡിസൈൻ ചെയ്തതാണ്. ഇത് ഓൾറെഡി ഈ സ്വിഫ്റ്റിന്റെ ഈ ഒരു വേരിയന്റിൽ വരുന്നതാണ്, ആനിവേഴ്സറി എഡിഷനിൽ വരുന്നതാണ് ഇത്. അതിലൂടെ ഞങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് ചെയ്തതാണ് ഈ ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഡോർ ട്രിംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തതാണ്. അതിങ്ങനെ സീറ്റിന്റെ ഇതും ബാക്കിയെല്ലാം കസ്റ്റമായിട്ട് ചെയ്തതാണ്. സീറ്റ് എല്ലാം ചെയ്തതാണ്. ടോപ്പും റൂഫും എല്ലാം. അതുപോലെ ഡാഷ് മൊത്തം ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്തു. ഡാഷ് മൊത്തം നമ്മൾ പെയിന്റ് ചെയ്തു. ആ ഡാഷ് എല്ലാം കൊള്ളാം, അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ, അടിപൊളിയായി. അതായത് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുത്തൻ സ്വിഫ്റ്റ് ഇറങ്ങിയ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതും ഇതും എല്ലാം ബ്ലാക്ക് ആക്കി, ക്രോമിന് പകരം ബ്ലാക്ക് ആക്കി. മുമ്പൊക്കെ നമ്മൾ ആക്ച്വലി കാണുന്ന എല്ലാം ക്രോം ആയിരുന്നു. ഇതിലൊരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കസ്റ്റമർ എന്തായാലും അതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടാണ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, ടോട്ടലി ഐ ലൈക്ക്. സ്വിഫ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും വിട്ടുപോകരുത് കേട്ടോ. ദെൻ ഇത് എത്ര കോസ്റ്റ് ആയെന്നൊരു എസ്റ്റിമേറ്റ് കോസ്റ്റ് എത്രയായി? ചേഞ്ച് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു സ്വിഫ്റ്റ് പോലുള്ള വണ്ടികളിലെല്ലാം 45 റേഞ്ചിലാണ് സജീവട്ടം വരുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന്റെ കുറച്ച് ഇഷ്ടങ്ങളുണ്ട്, ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് കസ്റ്റമൈസ് ചെയ്ത് പോകുന്നതനുസരിച്ച് കോസ്റ്റുകൾ കുറയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. കോസ്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു ഫുള്ളി ഡിസൈൻ എനിക്ക് ടോട്ടൽ ഓവർ ഇഷ്ടപ്പെട്ടു. അപ്പം സ്വിഫ്റ്റ് പൊളിച്ചു അല്ലേ? ഇത് നമ്മൾ കാണാൻ പോകുന്ന BMW 5 സീരീസ് ആണ്. വാവ്, ലക്ഷറി പ്രീമിയം കാർ. അപ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇതിനകത്ത്? ബേസിക് പോളിഷ് ആണ് ചെയ്തത്. കണ്ട ഈ വണ്ടി കണ്ടാൽ ഫുൾ പെയിന്റ് വിത്ത് ബേസിക് പോളിഷ് ആണ്. ഫുൾ പെയിന്റ് റീപെയിന്റ് ആണ്? റീപെയിന്റ് അല്ല, ബ്ലാക്ക് തന്നെയായിരുന്നു. ബ്ലാക്ക് തന്നെയാണ്. അതിൽ ഒന്നുകൂടെ ബ്ലാക്ക്, അതിനെ കുറച്ചും കൂടെ ബ്ലാക്ക് അപ്ഡേറ്റ് ആയി ഗ്ലോസി ബ്ലാക്ക് ആക്കി. ഇതിൽ ഫ്രണ്ട് ഗ്രില്ലിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വല്ലതും കൊണ്ടുവന്നു? ഗ്രില്ലിൽ അപ്ഡേഷൻസ് ഒന്നുമില്ലല്ലോ. ആ ഒരു ഓവറോൾ ഷോറൂം ലുക്ക് തന്നെയാണ്. ഷോറൂം ലുക്ക് തന്നെയാണ്. കാരണം ഈ പെയിന്റിന്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. നോർമലി പെയിന്റ് ക്വാളിറ്റി വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് വെച്ചാൽ പലയിടത്തായിട്ട് ടച്ചിങ് കാര്യങ്ങള്, അങ്ങനെ പലയിടത്തായിട്ട് എന്താ പറയാ ഒരു ഫെയ്ഡിങ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ബോഡി ലെവൽ ചെയ്തു. ബോഡി ലെവൽ ചെയ്തതിനു ശേഷം മൊത്തം റീപെയിന്റ്, അതായത് ഫുള്ളി റീപെയിന്റ് ചെയ്ത ഒരു വണ്ടിയാണ്. ഫുള്ളി റീപെയിന്റ്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. ഇതിനകത്ത് അപ്ഡേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് പറയാൻ വെച്ചാൽ ഇതിന്റെ പെയിന്റിന്റെ ഫിനിഷിംഗ് ആണ്. അതാണ് പെയിന്റ് ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പെയിന്റിലാണെങ്കിൽ പല കറക്ഷൻസ് ഉണ്ടായിരുന്നു. പല കറക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ പിൻഹോള് മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന ഓളം കണക്കുള്ള, അതായത് ഗ്രിപ്പ് ലൈൻ വെച്ച് വരെ ഉണ്ടായിരുന്നു. കാരണം ഈ ടച്ചിങ്ങിലും അല്ലെങ്കിൽ ചില ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഫോറിൽ വീഴുമ്പോൾ അവിടെ മാത്രമായിട്ടൊക്കെ ടച്ച് വിടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അവിടെയൊക്കെ കളർ ഫീഡിങ് നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ വണ്ടിയിൽ കസ്റ്റമർക്ക് മാക്സിമം ഗ്ലോ വേണമെന്ന് പറഞ്ഞു, അത് ബ്ലാക്കില്. അതുകൊണ്ട് ബേസിക് പോളിഷും ഒരു ഗ്ലോസി ബ്ലാക്ക് തന്നെ അതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. എന്തായാലും നിങ്ങൾ ഒരു BMW 5 സീരീസിന്റെ കമന്റ് ഇടാം. നമ്മൾ വന്നല്ലേ, എനിക്ക് കാറ് കാണണം, ഞാൻ അതുകൊണ്ട് അതിൻ്റെ അകമൊന്ന് കാണട്ടെ. തുറക്കാൻ പറ്റില്ലേ? വാവ്, 5 സീരീസിന്റെ ഇന്റീരിയർ നമ്മളൊന്ന് കണ്ടില്ലെന്നുണ്ട്. അതിൻ്റെ ക്യാബിൻ നോക്കുകയാണെങ്കിൽ ഹെവി ക്യാബിനാണ്, ലക്ഷറി എന്നും ലക്ഷറി തന്നെയാണ്. വാവ്, നൈസ്. ഇതാണ് ഒരു 5 സീരീസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മുടെ സൺറൂഫ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ആസ് യൂഷ്വൽ സെയിം. ഓക്കെ, ഇനി നമ്മളുടെ ഒരു മച്ചാൻ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാഗനർ. നമ്മളുടെ ഒരു ചങ്ക് മച്ചാൻ എന്നോട് ഒരുപാട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. നമ്മളുടെ വീഡിയോ സ്ഥിരം കാണുന്ന പ്രേക്ഷകനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്മൾ വീഡിയോ ചെയ്യാതെ പോകുന്ന ശരിയല്ലല്ലോ. അപ്പം വാഗനറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം കളർ തന്നെ ആയിരുന്നു, ഒരു കളർ ചേഞ്ചസ് ഒന്നും വന്നില്ല. ആ കളറിനെ വീണ്ടും ഒന്നുകൂടെ റീപെയിൻറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളതാണ്. ഫ്രണ്ട് ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റം ഇതിനകത്ത്? ഒരു ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൽ ഇൻബിൽറ്റ് ഇൻഡിക്കേറ്ററും കൂടെ വരുന്ന ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. DR വിത്ത് ഇൻഡിക്കേറ്റർ വരുന്ന ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്.
അത് LED ഫോഗ് ലാമ്പാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറിന് യാതൊരുവിധ മാറ്റങ്ങളോ അപ്ഗ്രേഡുകളോ വരുത്തില്ല. പക്ക കമ്പനി ഫിനിഷിംഗ് കളറിൽ വന്നു. മോളിൽ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് അതായത് കസ്റ്റമറിന്റെ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം കമ്പനി കളറിൽ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്തു. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ. പക്ഷേ സഞ്ജീവേട്ടൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റിയിൽ വണ്ടിയെ വീണ്ടും ഒന്നുകൂടെ ഒരു എടുപ്പ് കൂട്ടി എന്ന് വേണം പറയാൻ അല്ലേ. അതാണ് എന്തായാലും പക്കായിട്ടുണ്ട്. ബാക്കിൽ ടൈൽ ലാമ്പ് സ്പോയിലർ എല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു സാധാ ഈ ഒരു റേഞ്ചിലുള്ള ഒരു വാഗനറുമായിട്ട് നോക്കുമ്പോഴേ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഇത്രയും ക്വാളിറ്റി ഇല്ല. അതായത് ഈ വണ്ടി ഏതാണ്ട് 2012 കൂടി നിർത്തിയ വണ്ടിയാണ്. ഈ ഒരു മോഡല്. അപ്പം സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഫുൾ പെയിന്റ് ചെയ്ത് സംഭവം ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓളില് ഈ പോയി വന്നിട്ട് യാത്രയ്ക്കൊക്കെ ശേഷം പോയി വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതെന്താണ് പുതിയ വണ്ടിയല്ലേ ഇറങ്ങി തോന്നിയില്ല. ഇതേ കളർ, കാരണം കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും എന്താണ് കുറച്ചും കൂടെ അതേ അഡീഷണൽ കളറേ ചെയ്തുള്ളൂ. കമ്പനി കളർ തന്നെ ഇത്ര സ്റ്റോക്കിൽ ചെയ്തെടുത്തു. പിന്നെ ഡിഫ്യൂസർ കൂടെ ഒക്കെ വന്നപ്പോൾ വണ്ടി ടോട്ടൽ ഓവർ ഒക്കെ ലുക്കായി. പിന്നെ ടൈൽ ലാമ്പ് ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഇതുകൂടെയൊക്കെ എനിക്കൊന്ന് മാറ്റായിരുന്നു. അതുപോലെ ഇവിടെ ഒരു പഴയ ലൈറ്റ് ഇരിക്കും. ഇത്രയും പുതുക്കിയിട്ട് ഇവിടെ ഒരു പഴയ ലൈറ്റ് വന്നപ്പോൾ എനിക്കതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്തു. അല്ല, ഞാൻ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഈ ഒരു നമ്മുടെ ഈ സ്പോയിലറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്രേക്ക് ലൈറ്റും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതൊരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഷാർപ്പൺ ആൻറ്റിന് ഓക്കെ ഫൈൻ. അല്ല, അതൊരു ചെറിയ പഴക്കം ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നെഗറ്റീവ് നമ്മൾ അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് പറയും ഇനി എന്താണെന്നുണ്ടെങ്കിലും. അപ്പം ദെൻ കൊള്ളാം, വണ്ടി ഓവറോൾ ലുക്കായി കേട്ടോ. അപ്പം റൂഫ് റെയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഓവർ ലുക്കുകളാണ്. ഇനി ഇൻറ്റീരിയറിലേക്കാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ഡുവൽ ടോൺ കളർ വന്നിട്ടുള്ള ഒരു സീറ്റ് കവർ. എന്നാ ഫിനിഷിങ് ആവേ, സൂപ്പർ അല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. ലക്ഷറി സീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് സീറ്റ് കവർ അല്ല, സീറ്റിംഗ് ആണ്. സീറ്റിംഗ് എന്ന് തന്നെ പറയാം. അതെ, സ്റ്റിയറിംഗ് വീലിന്റെ ഒക്കെ ഫിനിഷിംഗ് ഒക്കെ. കാരണം എനിക്ക് തന്നെ തോന്നി ഇതാണ് ഒരു വണ്ടി എടുത്ത് ഇതേപോലെ ചെയ്താലോ അത്രയ്ക്ക് എനിക്ക് ഈ വണ്ടിയോട് ഒരു ഇഷ്ടം തോന്നി. അതെ, പിന്നെ നമ്മളുടെ ഡാഷ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫുൾ പെയിന്റ് ആണ്, അടിപൊളി. പിന്നെ നമ്മൾ പ്രിവെന്റോ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു ലെതർ ഫിനിഷ് ആ ഒരു സീറ്റ് കവറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ വണ്ടി പൊളി, കൊള്ളാം, വാഗനർ പൊളിച്ചു. അപ്പോൾ എന്തായാലും മച്ചാനെ ഒരുപാട് സന്തോഷം എനിക്ക് മെസ്സേജ് അയച്ചാലും അതുപോലെ ഈ വണ്ടി നമ്മുടെ സജീവേട്ടന് കൊടുത്തതിനും ഒക്കെ സന്തോഷം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കുറേ നാളായി നമ്മൾ അതിൽ മച്ചാനുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. ഞാൻ തുടക്കം ഈ ഒരു SS വരുമ്പോൾ അല്ലേ, ഞാൻ വരുന്നു, എൻ്റെ കാറ് പെയിൻറ്റിങ്ങിന് കൊണ്ടുവരുന്നു, നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് SS കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അന്ന് നമ്മളുടെ എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബ്ബ് ഇവിടെ ഇല്ല ആക്ച്വലി ഇല്ലേ. അതിനുശേഷം നമ്മൾ എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബ്ബായി. ഒന്നുമില്ലേലും വീഡിയോ റീച്ചോ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് വരും, അതൊന്നുമല്ല. ഇനിയിപ്പോൾ ആര് കണ്ടില്ലേലും ഞാൻ തന്നെ 10 തൊട്ടിരുന്ന് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ പ്രശ്നം തീർന്നില്ല. അങ്ങനെ ചെയ്തു നമ്മൾ. എനിക്ക് പുതിയ വണ്ടി എടുത്തോന്ന് വരെ പേരായ പേടിയാണ്. പെട്ടെന്നാണ് പോയത്. അതെ, നമ്മൾ അതിൻ്റെ വെൻ്റ് ഇട്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് സ്പോട്ടി കച്ചവടമായി. പിന്നെ അതാണ് മച്ചാൻ പവറാണ്. അന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല വണ്ടി കൊടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് വണ്ടി ഇട്ടിട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ അത് എനിക്കൊന്നൊരു 1 വീക്കിനകത്ത് വെച്ചാൽ എനിക്കൊന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് വില്ലാസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൊളിക്കും. അപ്പോൾ ഇതിനി എൻ്റെ ചാനലായിരിക്കും. ഇതിൽ വേറെ നമ്മളൊരു ചാനലുണ്ട്, സ്റ്റോറീസ് ഓഫ് മലയാളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ വീഡിയോസും കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനൽ. അതിനകത്ത് നമ്മൾ കുറച്ച് വീടുകളുടെ കൺസെപ്റ്റൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ 10 തൊട്ടിരുന്ന് കാണാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ഒരു കാറ് ആക്ച്വലി അതിലെ അവരുടെ ഒരു സ്പോർട്സ് കിറ്റ് കയറ്റിയ ഒരു കാറിൻ്റെ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ. അതല്ല, നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ വാഹനങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, അതിൽ ഞങ്ങളെ നൗഫൽ മച്ചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഈ ലെവലിൽ വരെ എത്തി. എപ്പോഴും ഞങ്ങൾ അതെ സ്ഥിരമായിട്ട് നമ്മളതാണ്. നമുക്ക് എത്രയോ പേര് ഒരുപാട് അല്ല ജെനുവൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ട് എൻക്വയറി വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. വീഡിയോ ചാനലിൽ നമ്മളെ സ്ഥിരം വിളിക്കാറുണ്ട്. നമുക്ക് ഇത്ര ഒരു എമൗണ്ട് ഓഫർ നമ്മളങ്ങനെ പോകാറില്ല. ബിക്കോസ് ഞാനൊരു ദുബായ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം
നമുക്ക് കുഴപ്പമില്ലാതൊക്കെ ജീവിച്ച് പോവാം ഇല്ലേ? ഇപ്പൊ ഞങ്ങൾ കുറെ പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോയിൽ. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ആ കാറുകൾ നമുക്ക് കണ്ടോണ്ടിരിക്കാം. കുറെ നാളുകൾ കഴിയുമ്പോൾ നമ്മളുടെ കാർ നമ്മളൊന്ന് വിറ്റ് പോയാലും നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാമല്ലോ. അതെന്ത് കാണാറുണ്ട് ഇല്ലേ? അതാണ് അത് ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ. ഞാൻ മിസ് ചെയ്തു. കാരണം ഞാൻ പിന്നീട് അതെന്തൊരു വണ്ടി എനിക്ക് എടുക്കണമെന്ന് എപ്പോഴും തോന്നുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് ഈ ക്വാളിറ്റിയുടെ വണ്ടി കിട്ടും. വണ്ടി ഞാൻ എടുത്ത് അതാണ് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സായിട്ടും അതിലായിട്ടും നമ്മളുടെ ഈ ഒരു മെമ്മറീസ് എന്നോടുണ്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ സജീവട്ടം പുതിയത് വന്നാലും പഴയതൊന്നും മറക്കത്തില്ല അല്ലേ? നമുക്ക് ആ പഴമ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയാലും അതില്ല, നമ്മളെ ഓർമ്മകളൊന്ന് പുതുക്കാം. നിങ്ങളും അപ്പോൾ നമ്മളെ ഓർമ്മകളൊന്ന് പുതുക്കാം. നമ്മളെ സജീവേട്ടൻ്റെ ആ പഴയ ആ മറ്റേ വണ്ടി പോയ അംബാസഡർ എവിടാ? ഓ ആ ലാൻഡ് മാസ്റ്റർ ചെയ്യാ സുഖമാണോടാ? നീ അവൻ്റെ പോളിഷിങ് കട്ടയ്ക്ക് നടക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് നടക്കുന്നല്ലേ? വാ പോളിഷിങ് കളർ കറക്ഷനാണ്. അതുപോലെ ഇതാണ് സജീവേട്ടൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പ് അല്ലേ? വർക്ക്ഷോപ്പ് ഇവിടെ തുടക്കം ഇവിടെ നിന്നാണ് അല്ലേ? വാ ഹോണ്ട സിറ്റി ഒരെണ്ണം കിടക്കും. ഇതെല്ലാം പണിയാനായിട്ട് കൊണ്ടുവന്നതാണ് അല്ലേ? ഓക്കെ. മച്ചാനെ എന്തുകൊണ്ട് സുഖമാണോ? എന്താ പരിപാടികൾ ചെയ്യുന്ന? പോളിഷിങ്ങിനുള്ള പരിപാടി അല്ലേ? അതെ. അപ്പോൾ സജീവേട്ടൻ്റെ പഴയ വർക്ക്ഷോപ്പാണ്. നമ്മൾ അതിലുമായിട്ട് അന്നൊക്കെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ആ ഓർമ്മകൾ അയവർക്കാൻ വീണ്ടും എത്തി ഇല്ലേ? തിരിച്ചു വന്ന ശേഷം മച്ചാനെ കണ്ടപ്പോൾ ഒരു ഫീൽ. അതാണ് നമുക്കത് വേണം. അതാണ് പഴയ SS ഒന്ന് പോകണം നമ്മളെ കാർ സ്റ്റേഡിയം അല്ലേ? ഒന്ന് പോയിട്ട് വന്നാലോ? നമുക്ക് കാർ ഗാരേജിലും പോകണം. ഒന്ന് പോയിട്ട് വന്നാലോ? ഒന്നങ്ങ് പോവാം, നമുക്ക് പോവാം. ജസ്റ്റ് നമുക്കൊരു പഴയ ഓർമ്മകൾ ഒന്ന് അയവർക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ സജീവേട്ടൻ്റെ SS കാർ ഗാരേജിൽ എത്തിയിരിക്കുകയാണ്. സുന്ദരാ അതെ ഇവിടെ ഉണ്ട്. ഉണ്ടാ പുതുമ വന്നാലും പഴമ മറക്കാത്ത നമ്മളുടെ സ്വന്തം സജീവേട്ടാ വർക്കിലാണല്ലേ? ഫുൾ ബിസി ആയിട്ടാണ് നിങ്ങൾ അവിടെ വീഡിയോ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അർജൻറ്റ് വർക്കുകളാണല്ലേ മൊത്തം? ഓക്കെ. അപ്പം നമ്മുടെ പഴമയിലേക്ക് വന്നപ്പോൾ അതിൽ എങ്ങനെ എന്തുകൊണ്ട് പറയാൻ? അതാണ് അടിപൊളിയായി ഒരുപാട്. ഓ നമ്മളുടെ ലുക്കില്ലാത്ത സുന്ദരൻ, വാ സുല്ലേട്ടാ ഓടിക്കളഞ്ഞു. ഓക്കെ. പച്ചേറൊക്കെ പണിയാൻ കയറിയിട്ടുണ്ടല്ലോ. എല്ലാം പെയിന്റിംഗ് ആണ്. ഇവിടെ AC-യുടെ പരിപാടിയാണ്, AC-യുടെ വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൽ ഇനി എന്താ പറയാനുള്ള? ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പഴയ ഫീലിലേക്ക് എത്തില്ലേ പഴയ ഒരു കേട്ടനുമായിട്ട് പെയിന്റിങ് വരുന്ന ഓർമ്മ. നമുക്ക് മറക്കാൻ പറ്റുമോ ഇവിടുത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീല്? ഞങ്ങളത് പറഞ്ഞിങ്ങ് വന്നേ, കഥ പറഞ്ഞിങ്ങ് വന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ വരത്തില്ലേ, നിങ്ങളെ വിട്ട് നമുക്ക് എന്തായാലും കളിയണ്ട. നിങ്ങൾ അടിമയല്ലേ? ഇവരൊക്കെ കമന്റ് അടിച്ചില്ലേ സജീവേട്ടൻ്റെ അടിമ കുസൂർ. നിങ്ങൾ കമന്റ് ഇടണം, ഇതുപോലുള്ള നല്ല നല്ല കമന്റുകൾ ഇങ്ങനെ ഇനി ഇട്ടുകൊണ്ടിരിക്കണല്ലേ സജീവേട്ട? അതാണ് നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി. അതാണ് ഇനി അടുത്ത അതുലിന്റെ അടിമയാണെന്നോട് കമന്റോ കുസൂർ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം. അപ്പോൾ പുത്തൻ വിശേഷങ്ങളുമായി സജീവേട്ടൻ്റെ പുത്തൻ വീഡിയോകളുമായി കാണും വരയ്ക്കും നൗഫാൽ ആൻഡ് സജീവ് ബ്രോ ആൻഡ് AYATHIL ബ്രോ signing off. Bye. You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain, pulling on my